പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിലെ അധിക്ഷേപിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത്, ഞങ്ങൾ സർക്കാരിൻ്റെ തലത്തിൽ നിന്നും കുഞ്ഞുങ്ങളെ വലിയ തോതിൽ സംരക്ഷിക്കാനുള്ള നടപടിക്രമങ്ങളാണ് ആരോഗ്യവകുപ്പും സാമൂഹ്യക്ഷേമ വകുപ്പും ഒരുമിച്ച് ക്രോഡീകരിച്ച് പ്രവർത്തിക്കുന്നതെന്നും ഞങ്ങൾ ഭ്രൂണത്തിൽ മുതൽ ശൈശവ പ്രായത്തിലുള്ള ഒരു കുട്ടികളെയും ആക്രമിക്കുന്ന സാഹചര്യങ്ങളെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിഷ്ക്രിയത്വം പാലിക്കാനോ ശ്രമിക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവന കൃത്യമായി KT ജലീലും അതുപോലെ തന്നെ വീണ ജോർജും നടത്തിയ പ്രസ്താവനകൾ ഇപ്പോൾ വാസ്തവത്തിൽ അവർക്ക് തന്നെ തിരിഞ്ഞുകൊത്തുന്ന അവസ്ഥയാണ്. കാരണം CPIM-ലെ ചില നേതാക്കളുടെ തീവ്രത, ലൈംഗിക തീവ്രതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വലിയ തോതിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും പോസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മുകേഷ് MLA കാണിച്ച ജസ്റ്റേഴ്സ് നമുക്കറിയാം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ അയ്യോ അത് കോടതി കിടക്കുന്ന വിഷയമാണ്, അയ്യോ ഞാനതൊന്നും മിണ്ടുന്നില്ലേ എന്ന് പറഞ്ഞ മുകേഷിൻ്റെ ഒരു ഭയപ്പെടുന്ന അവസ്ഥ നമ്മളെല്ലാവരും കണ്ടതാണ്. കാരണം മുകേഷ് എന്ന വ്യക്തിക്കെതിരെ ലൈംഗിക ആരോപണം ഉൾപ്പെടെ വന്നപ്പോൾ വലിയ തോതിൽ പാർട്ടി അവതാളത്തിലായതാണ്. അതുപോലെ തന്നെയാണ് ശശിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും പല നേതാക്കൾക്കെതിരെയും ഇതുപോലെ പരാമർശങ്ങൾ വന്നു. ആർഷോയ്ക്കെതിരെ വന്നു പരാമർശം. ഇവരെല്ലാം പകൽമാന്യന്മാരായി നടക്കുന്ന വിഷയത്തിൽ കൃത്യമായ മറുപടി കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ. ചാണ്ടി ഉമ്മൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞത്, ഒരു രീതിയിലും FIR എടുത്തിട്ടിരിക്കുകയോ അല്ലെങ്കിൽ കേസെടുക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ള വിഷയമല്ല. അനാവശ്യമായി തേജോവധം ചെയ്യാൻ സമ്മതിക്കില്ല. കോൺഗ്രസ് നേതാക്കളെല്ലാം ശക്തമായ തീരുമാനമെടുത്തതാണ്. അയാളെ സസ്പെൻഡ് ചെയ്തു. അയാളെ പാർട്ടിക്കകത്ത് ഇപ്പോൾ താൽക്കാലികമായി അംഗത്വം പോലും റദ്ദാക്കിയിട്ടിരിക്കുകയാണ്. എന്നാൽ ജനപ്രതിനിധി എന്ന രീതിയിൽ സമ്മേളനത്തിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്നുള്ളത് രാഹുലിൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ്. അദ്ദേഹം പങ്കെടുക്കുകയാണെങ്കിൽ തടയാൻ നമുക്കാർക്കും കഴിയില്ല. കാരണം പാലക്കാട് ജനത 18,840 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചതാണ് ഉപതെരഞ്ഞെടുപ്പിൽ. ജനാധിപത്യ വ്യവസ്ഥയിലുമാണ് തെരഞ്ഞെടുപ്പിലൂടെ വന്നത്. അതിനെ ചോദ്യം ചെയ്യാൻ വരികയാണെങ്കിൽ ഇവിടെ എത്ര CPIM-ലെ MLA-മാർക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അതിശക്തമായി വന്നിട്ടുണ്ട്. പലർക്കെതിരെ FIR പോലും ഇട്ടിട്ടുണ്ടല്ലോ. അവർക്കെതിരെയൊന്നും നിയമ നടപടികൾ സ്വീകരിക്കുന്നില്ലേ? പിണറായി വിജയൻ്റെ പോലീസല്ലേ ഇപ്പോൾ ഉള്ളത്? അവർക്ക് എന്തുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിക്കൂടാ? സ്വമേധയാ കേസെടുക്കാൻ പല വകുപ്പുകളുണ്ടല്ലോ. ഇതെല്ലാം ചോദിച്ചുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതിരോധം സൃഷ്ടിച്ചിരിക്കുന്നത്. കൃത്യമായി രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞു, ഞാൻ എവിടെയൊട്ടും ഒളിച്ചോടിയിട്ടില്ല, ഞാൻ എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ നിൽക്കുക തന്നെയാണ്. എന്നെ തേജോവധം ചെയ്യുന്നവരോട് കൃത്യമായി എനിക്ക് പറയാനുള്ളത്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന രീതിയിലാണ്. രാഹുൽ മാങ്കൂട്ടം വളരെ വ്യക്തമായി ഭയചകിതനല്ലാതെ നിൽക്കുന്നത് കാണുമ്പോഴാണ് സഖാക്കൾക്ക്, പ്രത്യേകിച്ചും അന്തംകമ്മികൾ ആകെ ബേജാറിലാകുന്നത്.